ഹലോ പ്രിയരെ, ഞാൻ അനീഫ കട്ടുപ്പാറ. ഏത് സോഷ്യൽ മീഡിയ ഇന്ന് 2 ദിവസമായിട്ട് നിറഞ്ഞു നിൽക്കുന്നൊരു വിഷയമാണ്. ഒരാൾ ദയനീയമായിട്ട് കുട്ടികളെയും കുടുംബങ്ങളെയും വിട്ട് മണ്ണോട് ചേർന്ന് പോയ ഒരാൾ ദയനീയതയും, ഒരാൾ എന്തൊക്കെയോ ആഗ്രഹിച്ച് മല പോലെ സ്വപ്നം കണ്ട് ഒരു കണ്ടൻറ് ഉണ്ടാക്കി ജനങ്ങൾക്ക് ഒരു ഇറച്ചി കഷ്ണം നായക്കിട്ട് കൊടുക്കും പോലെ ജനങ്ങളിലേക്ക് ഒരു മനുഷ്യ ജീവിതം ഇട്ടുകൊടുത്ത ഒരാളുടെ രോഷവും ഒരു ദയനീയവും ഈ രോഷവുമാണ് കത്തി നിൽക്കുന്നത്. ഞാൻ എൻ്റേതായ അഭിപ്രായത്തിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റേതായ അഭിപ്രായത്തിൽ ആ വിട്ടുപോയ സുഹൃത്തിൻ്റെ ആ ഒരു കാര്യത്തിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. അത്യാവശ്യം ഇങ്ങനെ കാര്യങ്ങൾ ഇപ്പോൾ അവൻ ആ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് വീട്ടിലേക്ക് പോകുന്നു, ഒന്നും അറിയില്ല, ഒന്നും അറിയാത്ത ഭാവത്തോടെ ഒരു നിസ്സഹായനാണ്, നിരപരാധിയാണ്. തികച്ചും കേരള മലയാളീസിന് പുറത്തുള്ള എല്ലാവർക്കും കണ്ട ഒരു ആണ് ആ പെണ്ണ വീഡിയോട്ടിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ ഉള്ളതാണല്ലോ, എത്ര എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയാലും ആ വീഡിയോയിൽ ഏറ്റവും ഹൈലൈറ്റ് ഉള്ളപ്പോൾ അവൾ കാണിക്കുക. അവളെ പക്ഷങ്ങൾ കാണിച്ചില്ല. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തതും ആ ഒരു 10% പോലും ഒരു കുറ്റബോധം ആർക്കും തോന്നാത്തില്ല. അപ്പോൾ ഇവനെ ബസ്സിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നു. ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ തൻ്റെ ഫേസിൽ നിന്ന് മുഖം വെച്ചൊരു ഫോട്ടോ അവൻ കാണുന്ന രംഗം, പിന്നെ കുടുംബങ്ങൾ വിളിച്ചു, കൂട്ടുകാർ വിളിച്ചു, കുടുംബങ്ങളൊക്കെ ചർച്ചയായി. ഇങ്ങനെ അവൻ്റെ മനോവിഷമം അത്രയും ഒരു ന്യായമായ ജീവിതം നയിക്കുന്ന, കുടുംബത്തോട് ജീവിക്കുന്ന, ഒരു മാന്യമായ ജീവിതവും മാന്യമായ തൊഴിലും മാന്യമായ ഇടപെടലും മാന്യമായൊരു വ്യക്തിത്വം അദ്ദേഹത്തിന് കുടുംബങ്ങളിതിൽ ഭയങ്കര ഷോക്കായി. നേരെ മറിച്ച് എന്തെങ്കിലും ഒരു 10% തെറ്റ് ചെയ്തിട്ടെങ്കിൽ ഇത്ര പശ്ചാത്താപം വരില്ല, ഒരു ആണത്തം വരുമായിരുന്നു. ഒന്നും ചെയ്യാത്ത പച്ച പാവത്തിനെ ഇറച്ചി നായക്കിട്ട് കൊടുക്കുമ്പോൾ ഈ ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്ത ഈ പെണ്ണിനെ, ഞാൻ ഈ വിട്ടുപോയ സഹോദരനോട്, മണ്ണോട് ചേർന്ന ഈ സഹോദരൻ്റെ കുടുംബത്തിനോട് എനിക്ക് എൻ്റേതൊരു അഭിപ്രായം പറയാം. ഈ സുഹൃത്തിന് ഇങ്ങനെ മനോവിഷമം കാരണം ആരും കാണാതെ ജീവനൊടുക്കേണ്ടി വന്ന ഈ സമയത്ത് ഒരു അരമണിക്കൂർ മുമ്പ് മറ്റുള്ളവരായിരുന്നെങ്കിൽ, ഒരു പക്ഷേ എന്നെ പോലത്തുള്ള ആളുകളായിരുന്നെങ്കിൽ, ഒരമണിക്കൂർ എടുത്തുകൊണ്ട് ഈ പെണ്ണിൻ്റെ വീട് അന്വേഷിച്ച് പോയിട്ട് അവളെ ശരിയാക്കിയിട്ട് ഏതായാലും അവൻ പോവുകയാണ്. അവൾക്കൊരു കടുത്ത ശിക്ഷ കൊടുത്തിട്ട് പോവേണ്ടതായിരുന്നു. സുഹൃത്തെ, 1000 പ്രണാമം. കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. അതല്ല, അവൾക്ക് ഇനി ഒന്നുകിൽ പാർട്ടി ബേസിലോ, അല്ലെങ്കിൽ ഇത് പാർട്ടിയായിട്ടല്ല പറയുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബേസിലോ, അല്ലെങ്കിൽ വനിതാ ബേസിലോ, സാമ്പത്തിക ബേസിലോ, പ്രവാസി ബേസിലോ കൂളായിട്ട് ഊരിപ്പോരാൻ സാധ്യത കൂടുതലാണ്. നമ്മളെ നിയമം അങ്ങനെയാണ്, പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പോൾ. ഇനിയിപ്പോൾ പിന്നെ 1-2 സംഘടനകൾ, മെൻസ് സംഘടനകൾ ഉയർന്നു വരണം. നമ്മൾ ഈശ്വരനെ പോലത്തെ അപ്പോഴേ മെൻസിനൊരു പവർ ഉണ്ടാവുകയുള്ളൂ. മെൻസ് സംഘടന ഈശ്വർ അതിനുള്ള ഗജഗജ യുദ്ധം തുടങ്ങിയിട്ടുണ്ട് മെൻ സംഘടനകൾക്ക് വേണ്ടിയുള്ള. വിജയിക്കട്ടെ. അപ്പം ഞാൻ ഇതിൽ പറഞ്ഞത്, ഈ സുഹൃത്തിന് ഇങ്ങനെ മനോവിഷമം കാരണം തല പുകഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്ത് എന്തുകൊണ്ട് അവന് തോന്നിയില്ല, ഞാൻ ഏതായാലും പോവുകയാണ് ആരും കാണാതെ, എന്നെ ഈ ജനങ്ങളിലേക്ക് എൻ്റെ പച്ചിറച്ചി ഇട്ടുകൊടുത്ത് അവളെ തീർത്തിട്ടേ ഞാൻ പോകുന്നതെന്ന് തോന്നിയിരുന്നെങ്കിൽ ഞാനൊരു ചോദ്യചിഹ്നം ഇടുകയാണ്. നിങ്ങളെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അനീഫ കട്ടുപ്പാറ.